ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസാന്നിധ്യത്തിൽ രൂപപ്പെടുന്ന ദൈവിക പദ്ധതികളുടെ വെളിപ്പെടുത്തലുകളാണ് പിറവിക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചത്തെ വായനകളിൽ നാം കാണുന്നത്. ഇന്നത്തെ ഒന്നാം വായനയായ പുറപ്പാട് പുസ്തകം 34 അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നഷ്ടപ്പെട്ട ദൈവമഹത്വം തിരികെ എത്തിക്കുന്ന മോശയെയാണ് നാം കാണുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമഹത്വം നഷ്ടപ്പെടുത്തിയ ദൈവജനത്തിൻ്റെ വേദനകളുമായി മല കയറിയ മോശെ മലമുകളിൽ വെച്ച് ദൈവമഹത്വം ദർശിക്കുകയും അത് തൻ്റെ മുഖത്ത് വഹിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ദൈവമഹത്വം വീണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ സജീവമാവുകയും ചെയ്യുകയാണ്. മലമുകളിൽ മോശ ചെലവഴിച്ച 40 ദിവസം വലിയ ശുദ്ധീകരണത്തിൻ്റെയും ദൈവിക വെളിപാടിനായുള്ള കാത്തിരിപ്പിൻ്റെയും സമയമാണ്. ആ കാത്തിരിപ്പിനൊടുവിലാണ് മോശയിലൂടെ ദൈവം ജനത്തിനു വീണ്ടും നിയമം നൽകിയത്. കാലാകാലങ്ങളിൽ തൻ്റെ മഹത്വം വെടിഞ്ഞ് ലോകത്തിൻ്റെ ചിന്തകളുടെ പുറകെ പോകുന്ന ദൈവജനത്തിന് വീണ്ടും ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന ദൈവത്തെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അപൂർവമായിരുന്ന കാലത്ത് സാമുവേലിന് ദൈവം പ്രത്യക്ഷപ്പെടുകയാണ്. തിരക്കുകളുടെയും കോലാഹലങ്ങളുടെയും നടുവിൽ നിന്നും മാറി ശാന്തനായി തുടർന്ന സാമുവേലിനെയാണ് ദൈവിക വെളിപാടിനായി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ശബ്ദങ്ങളാൽ മുഖരിതമായ ആധുനിക ലോകത്ത് ദൈവത്തിൻ്റെ സ്വരങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുകയാണ്. ദൈവമഹത്വം നഷ്ടപ്പെടുത്തുന്ന ശൈലികളിലൂടെ ലോകം മുന്നേറുമ്പോൾ സാമുവേലിനെ പോലെ നമുക്കും പറയാം, അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ മൂന്നാം വായനയായ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11 അധ്യായം 33 മുതൽ 12 അധ്യായം 2 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ലോകത്തിൽ നാം പുലർത്തേണ്ട നിലപാടിൻ്റെ സുന്ദരമായ പ്രഖ്യാപനമാണ് 11 അധ്യായത്തിൻ്റെ 36 തിരുവചനം. എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി, അവിടുന്നിലേക്ക്. മനുഷ്യചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് അർത്ഥപൂർണമായ തുടർച്ച നൽകിയത് നസ്രത്തിലെ തിരുക്കുടുംബമാണ്. ദൈവമഹത്വം മറന്ന് മനുഷ്യമഹത്വം ഉയർത്തിപ്പിടിച്ച് ആത്മീയതയേക്കാൾ ഉപരിയായി മാനുഷിക നേട്ടങ്ങൾക്കും അഹന്തയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സമൂഹത്തിൻ്റെ അപകടകരമായ ശൈലിയിൽ ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളുന്ന കുടുംബമാണ് തിരുക്കുടുംബം. ആ കുടുംബത്തെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യമഹത്വം മാത്രം ആഘോഷിക്കുന്ന, മനുഷ്യചിന്തകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവമഹത്വം ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി മാറ്റിയവരാണ് മറിയവും യൂസേപ്പും. വ്യക്തിപരമായ നേട്ടങ്ങളും ലൗകികമായ പദവികളും കുടുംബങ്ങളുടെ അളവുകോലായി പരിഗണിക്കപ്പെടുമ്പോൾ തിരുക്കുടുംബം നമ്മുടെ മുൻപിൽ മറ്റൊരു വഴി തുറക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2 അധ്യായം 21, 22 വചനങ്ങൾ ദൈവകൽപ്പനകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം നമ്മുടെ മുൻപിൽ വരച്ചു കാണിക്കുകയാണ്. ശിശുവിൻ്റെ പരിച്ഛേദനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ഇത് കേവലം ചില മതപരമായ ചടങ്ങുകളുടെ ഒരു വിവരണമല്ല, മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ഒരു കുടുംബം നൽകുന്ന നിരുപാധികമായ സമ്മതത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആവിഷ്കാരമാണ്. ഇവിടെ മറിയവും യൂസേപ്പും പുത്രന് ഈശോ എന്ന് പേരിടുമ്പോൾ അവർ തങ്ങളുടെ സ്വപ്നങ്ങളെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദൗത്യത്തെയാണ് സ്വീകരിക്കുന്നത്. ആധുനിക കുടുംബങ്ങൾ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുകളിലായി ദൈവത്തിൻ്റെ പദ്ധതികളെ പ്രതിഷ്ഠിക്കണമെന്ന വലിയ സത്യം ഈ പേരിടൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ ഈശോയെ സമർപ്പിക്കുമ്പോൾ അത്യുന്നതനായവൻ്റെ സംരക്ഷണത്തിലേക്കുള്ള ഏൽപ്പിച്ചു കൊടുക്കലാണത്. മാതാപിതാക്കൾ മക്കളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നവരല്ല, മറിച്ച് അവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടികളാവണം. അങ്ങനെ തിരുക്കുടുംബം
ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവഹിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ആധുനിക ലോകത്ത് കുടുംബങ്ങൾ തങ്ങളുടെ പക്കലുള്ള ഭൗതിക സമ്പത്തിനോടും ബന്ധങ്ങളോടും അമിതമായ ഉടമസ്ഥാവകാശം പുലർത്തുമ്പോൾ എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന തിരുക്കുടുംബത്തിൻ്റെ മനോഭാവം വലിയൊരു തിരുത്തലാണ്. ഇന്നത്തെ സുവിശേഷ വായനയിലെ തുടർന്നുള്ള തിരുവചനങ്ങൾ ഈ ലോകത്തിൽ ഒരു ക്രൈസ്തവ കുടുംബം പുലർത്തേണ്ട നിലപാടുകളുടെ വെളിപ്പെടുത്തലുകളാണ്. പെസഹ തിരുനാളിന് എല്ലാ വർഷവും ജെറൂസലേമിലേക്ക് പോയിരുന്ന തിരുക്കുടുംബത്തെയാണ് 41 വാക്യത്തിൽ നാം കാണുന്നത്. ഒരു കുടുംബം വിശ്വാസപരമായ കാര്യത്തിൽ പുലർത്തുന്ന നിഷ്ഠയാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അവർ ബലമുള്ള അടിത്തറമേൽ ഭവനം പണിയുകയാണ്. ഒരുമിച്ചുള്ള അവരുടെ ആത്മീയ യാത്ര ഒരുമിച്ചുള്ള ബലപ്പെടലാണ്. ബന്ധങ്ങളുടെ വിശുദ്ധമായ പരിപോഷിപ്പിക്കലാണത്. ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ തീർത്ഥാടനങ്ങൾ ജീവിതത്തിന് മുൻപോട്ടുള്ള യാത്രയിൽ വഴിവിളക്കുകളായി മാറും എന്നുള്ള സത്യം തിരുക്കുടുംബം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ ശരിയായ നിലപാടുകൾ എടുക്കാൻ ഈ തീർത്ഥാടന വഴികളിലെ സൗഹൃദങ്ങൾ നമ്മെ സഹായിക്കും. മറിയവും യോസേപ്പും നടത്തിയ തീർത്ഥാടനങ്ങളുടെ പരിണിത ഫലമാണ് നഷ്ടപ്പെട്ട മകനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയത്. അവർ നടത്തിയ തീർത്ഥാടനങ്ങളും അവരൊരുക്കിയ കുടുംബ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളും ദൈവീക താല്പര്യങ്ങളുടെ ഉപാസകനായി ഈശോയെ മാറ്റി. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ മകനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്താൻ പറ്റിയെന്നത് തിരുക്കുടുംബത്തിൻ്റെ വിജയമാണ്. മക്കളുടെ ആത്മീയ വളർച്ചയിൽ തടസ്സം നിൽക്കാത്തവരായി മാതാപിതാക്കൾ മാറണം. അവരെ ദൈവത്തിലേക്ക്, ദൈവഹിതത്തിലേക്ക് വിട്ടുകൊടുക്കാനുള്ള പക്വത മാതാപിതാക്കൾക്കുണ്ടാവണം. ദൈവത്താൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതങ്ങളൊന്നും പാതി വഴിയിൽ തളർന്നു പോയിട്ടില്ല. സിനഗോഗിൽ ഉണ്ടായിരുന്നവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടുവെന്ന് 47 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അവൻ്റെ ഉള്ളിൽ ജ്ഞാനം നിറയ്ക്കാൻ അവൻ്റെ മാതാപിതാക്കന്മാർക്ക് കഴിഞ്ഞു. ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ച ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത്. ഒരിടത്തും പരാജയപ്പെടാത്തവനായി, എപ്പോഴും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്നവനായി അവൻ മാറിയത് ദൈവിക പദ്ധതികളോട് ചേർന്ന് ഒരു കുടുംബം നിലയുറപ്പിച്ചതുകൊണ്ടാണ്. ദൈവകൽപ്പനകൾ തിരുക്കുടുംബത്തിന് ഒരു തടവറയല്ലായിരുന്നു, മറിച്ച് ദൈവത്തിലേക്കുള്ള ഒരു വാതിലായിരുന്നു. ആധുനിക ലോകത്തിൻ്റെ ഉപഭോഗ സംസ്കാരത്തിലും സ്വപ്നങ്ങളുടെ മത്സരപ്പാച്ചിലിലും പെട്ടുപോകുന്ന കുടുംബങ്ങൾക്ക് നസ്രത്തിലെ ലാളിത്യവും ജെറൂസലേമിലെ സമർപ്പണവും എന്നും വഴികാട്ടുന്ന നക്ഷത്രങ്ങളാണ്. നമ്മുടെ ഭവനങ്ങളും ദൈവഹിതം അന്വേഷിക്കുന്ന, ദൈവകൽപ്പനകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന കൊച്ചു ദേവാലയങ്ങളായി മാറട്ടെ. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.